പ്രവേശിക്കുക. പകൽക്കാലം കർത്താവിനെ വെട്ടിക്കളഞ്ഞെന്ന് പറയണ്ട. ഒന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ നമുക്കൊരു അവകാശമില്ലല്ലോ. ആ ഇളയപുത്രനെ പോലെ കർത്താവെ നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്വർഗത്തോട് നിന്നോട് കർത്താവ് തെറ്റുകൾ ചെയ്തു പോയി. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അവൻ നിന്നെ മകനായിട്ട് തന്നെ അംഗീകരിക്കുക. ദൈവം നമ്മളെ മകനായിട്ട് തന്നെ അംഗീകരിക്കുക. നമ്മളെ ദൈവം മകനായിട്ട് തന്നെ അംഗീകരിക്കുക. ഹല്ലേലൂയ. ആ സ്നേഹവനായ പിതാവിന്റെ സ്നേഹത്തിലേക്ക് എത്ര പേർ, ആ സ്നേഹവനായ പിതാവിന്റെ സ്നേഹത്തിലേക്ക് എത്ര പേർ. ആ സ്നേഹവാനായ പിതാവിന്റെ സ്നേഹലഹരി രണ്ടുപേരെ ഉൾക്കൊള്ളുന്ന സ്നേഹം, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിവുള്ള പിതാവിന്റെ സ്നേഹം, അതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. എല്ലാവരും താഴ്ത്തി കൊടുത്താട്ടുള്ള നിമിഷം വിഷയം എന്തുമായിക്കൊള്ളട്ടെ പ്രിയരെ, അറിയിൽ കയറി വാതിലെടുത്ത് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഇവിടെ പറഞ്ഞ് നടക്കാതെ അറിയിൽ കയറി വാതിലെടുത്ത് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പറ. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുന്നു. മനുഷ്യ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമായിരിക്കും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരും. എത്രയോ ശോഭയാ കർത്താവ് കൊണ്ടുവന്നതിനാൽ
എങ്കിലും കർത്താവ് ബലപ്പെടുത്തി ശക്തീകരിച്ചതുവരെ നടത്തിയത് ഓർക്കാൻ സ്തുതിക്കുന്നു. പുതിയ ബലവാരോഗ്യം കൊടുത്ത് കർത്താവ് നടത്തണമേ. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ ധാരാളമായി നൽകണമേ. സൗകര്യമാരെ ഓരോരുത്തരെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നിങ്ങളുടെ സ്തോത്രം എല്ലാവരെ അനുഗ്രഹിക്കണമേ. ശേഷിച്ച് അവളോട് പ്രാർത്ഥിക്കുന്നു. അവിടെ കടന്നു പോകുന്നവരോട് കൂടെ ഇരിക്കണമേ. എവിടെ പോയാൽ നിന്റെ പ്രവൃത്തി പൂർണ്ണതയോടെ വിശ്വസിച്ചോട് ചെയ്ത് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന അവകാശത്തിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ സ്തോത്രം രഞ്ജിനിക്കായി പ്രാർത്ഥിക്കുന്നു. ജോണിക്കായി പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ആവശ്യമായ ആരോഗ്യം ശരീരസൗഖ്യം നൽകുന്നത് നടത്തി അങ്ങയുടെ നാമത്തെ അവരുടെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെ ചെറിയവരെ വലിയവരെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ നന്മകളെയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗമികമായ നന്മകൾ ആത്മീയമായ നന്മകളൊക്കെ നൽകിക്കൊടുത്ത് ജയത്തോടെ എല്ലാവരെ നടത്തി കർത്താവിന്റെ മഹത്വമുള്ള വരവിനായ എല്ലാവരെ വിശദീകരിച്ച് ഒരുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ സ്തോത്രം കാണുന്നില്ല താൽക്കാലികമാണ്, കാണാത്ത നിത്യമായത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. അതിനുവേണ്ടി അവരോട് ഞങ്ങൾ ഒരുക്കുന്നതിനായി തീരുവാൻ ഞങ്ങളോട് ഇതെത്തുവാൻ വെറുതെയായി തീരാതെ ഞങ്ങളുടെ പ്രാണപ്രിയ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പൂർണ്ണതയിൽ ഞങ്ങൾ എത്തിച്ചേരുവാനാണ് ഞങ്ങൾ ഇതുപോലെ കാലൊരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കർത്താവേ. കേൾപ്പിച്ചെല്ലാ നല്ല വചനങ്ങൾക്കായ സ്തോത്രം. അതിന് പ്രകാരം ജീവിച്ചു അതിനൊരുങ്ങുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെ നിന്റെ കരങ്ങളിലെ മഹത്വപ്പെടുത്തി വരവിനായി വഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സ്തുതിക്കുന്നു. അടുത്ത പാതപ്പെടുത്തുന്ന കാര്യപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തിനുപാൻ കൃപ ചെയ്തുവല്ലോ. ദൈവസ്നേഹങ്ങളിൽ അനുഭവിപ്പാൻ കൃപ ചെയ്തുവല്ലോ. കർത്താവെ സ്തോത്രം. നിങ്ങളെ വിശദീകരിച്ചതിനായ സ്തോത്രം. ഞങ്ങളെ മുമ്പോലുള്ള എല്ലാ മാലിന്യങ്ങളെല്ലാം മാറ്റി കർത്താവെ സ്തോത്രം സ്തോത്രം. ഞങ്ങളെ താപനം പോകുന്ന എല്ലാ മാലിന്യങ്ങളും മാറ്റി പോലെ ഞങ്ങളെ പെൺമയുള്ളതാക്കി തീർത്തതിനായ സ്തോത്രം കർത്താവെ. അവിടുത്തെ മഹത്വമുള്ളവരായി ഞങ്ങളെല്ലാം ഒരുക്കിയതിനായ സ്തോത്രം കർത്താവെ. ഞങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിച്ച കർത്താവിന്റെ ഒരുവനായ ഈ കാത്തിരിപ്പാർക്കുള്ള ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കർത്താവെ. ജീവന് പറ്റിക്ക് വേണ്ടതൊക്കെ കർത്താവിന് നമുക്ക് ദാനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലരും കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം തോന്നുന്നു. അവരെല്ലാം ആശ്രയിക്കുമ്പോൾ കർത്താവിന്റെ കാവൽ വെച്ച് അവരെ സൂക്ഷിച്ചു വിടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയമതനായ സൃഷ്ടിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവ് ഞങ്ങളുടെ കൂടെ ഇന്ന് സഹായിക്കണമേ. ദൈവത്തിന്റെ ബലമുള്ള കലകളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അനുഗ്രഹിച്ച് അയക്കുന്നു. കൃപ കൂടിയിരിക്കണമേ. സിയോൻ അനുഗ്രഹിച്ച് കാത്തുവിടണം. സിയോൻ അനുഗ്രഹിച്ച് കാത്തുവിടണം. സിയോൻ ഞങ്ങളെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് കാത്തുവിടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൂട്ടായ്മ നാം ഏവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ നാൾ വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.